1967 ഏമ്മൂർ ദേവസ്വത്തിനു വേണ്ടി പാലക്കാട്ടുശ്ശേരി രാജകുടുംബമാണ് എലാക്ക എസ്റ്റേറ്റ് ഏക്കറിന് 2 രൂപ നിരക്കിൽ പാട്ടത്തിനു നൽകിയത്. 1997 പാട്ടക്കാലാവധി അവസാനിച്ചതാണ്. മലബാർ ദേവസ്വത്തിന് കീഴിൽ വരുന്ന ഈ ഭൂമി 994.32 ഏക്കർ വരും. പാട്ടക്കരാർ തുക പോലും ശരിയായി എസ്റ്റേറ്റുകാർ നൽകിയിട്ടില്ല. ഇവിടുത്തെ കൃഷിയെക്കാട്ടിലും കൂടുതൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് അടുത്തുള്ള വനത്തിലുള്ള മരം മുറിക്കലായിരുന്നു. അവരൊരു തരത്തിൽ വനം കൊള്ളയടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതീവ ജൈവ പ്രാധാന്യമുള്ള പ്രദേശമാണ്. 2, ഇത് നമ്മുടെ മലമ്പുഴ ജലാശയത്തിൻ്റെ വൃഷ്ടിപ്രദേശമാണ്. അപ്പോൾ അതുപോലെ ആനയൊക്കെ പ്രസവിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ വരെ അവിടെയുണ്ട്. അപ്പോൾ അത്രയുമുള്ള സ്ഥലത്ത് ഈ കാട്ടിനുള്ളിൽ തന്നെ ഇവർ ഇങ്ങനെ പ്രവൃത്തികൾ നടത്തി വരുന്നു. തിരുവാക്കുളം ലോവേഴ്സ് മൂവ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് 2008 ജൂൺ 3 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്ഥലം ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. 6 മാസത്തിനകം ഏറ്റെടുക്കൽ പൂർത്തിയായില്ലെങ്കിൽ കളക്ടർക്കെതിരെ കോടതിയലക്ഷ്യത്തിന് പോകാമെന്നും കോടതി വിധിയിൽ പറയുന്നുണ്ട്. വിധി വന്ന് 5 വർഷം കഴിഞ്ഞിട്ടും ഇതിന്മേൽ നടപടി സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും റബ്ബർ മരങ്ങളിൽ നിന്നും പാലെടുത്ത് വിൽക്കുകയാണ് എസ്റ്റേറ്റ് ഉടമകൾ. അനധികൃതമായി മരം മുറിയും ഇവിടെ നടക്കുന്നുണ്ട്. പുതിയ റബ്ബർ തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുമുണ്ട്. പുതിയ മരങ്ങൾ വെച്ചത് അടുത്തെങ്ങും എസ്റ്റേറ്റ് വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ല എന്നതിന്റെ തെളിവാണ്. ദേവസ്വത്തിന് അവകാശപ്പെട്ട ഭൂമിയിലാണ് വീണ്ടും എസ്റ്റേറ്റ് ഉടമകൾ റബ്ബർ തൈ നട്ടിരിക്കുന്നത്. കോടതി വിധിയുണ്ടായിട്ടും എന്തുകൊണ്ട് ഇത് ഏറ്റെടുക്കുന്നില്ല എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു. ക്യാമറാമാൻ ഷിജു ചിറ്റൂരിനോടൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.